നിങ്ങളുടെ പാർട്ണറോട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒരിക്കലും പറഞ്ഞുകൂടാത്ത 6 വാചകങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഞാൻ എല്ലാം തരുന്നില്ല, നിനക്കിവിടെ എന്തിന്റെ കുറവ് എന്ന ചോദ്യം. ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ അവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നല്ല, അതൊക്കെ അവരുടെ അവകാശമാണ് അല്ലെ. പാർട്ണറാണ്, രണ്ടുപേരും ഒരുപോലെ ഈക്വലി ഷെയർ ചെയ്യാണ്. അപ്പൊ ഇതിനാണ് നിങ്ങൾ പ്രദാനം ചെയ്യുന്നത്, അത് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം തരുന്നില്ലേ, കൂടുതൽ എന്താ വേണ്ടത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, ചോദിച്ചൂടാ. കാരണം അവര് നിങ്ങൾക്കും എല്ലാം തരുന്നുണ്ട്. അവരും അതേപോലെ ചോദിക്കാൻ തുടങ്ങിയാലോ കൂടുതൽ നിങ്ങൾക്ക് തോന്നും. രണ്ടാമത്തെ പലപ്പോഴും പറഞ്ഞേക്കാറുണ്ട്, എന്നെ കിട്ടാൻ നീ ഭയങ്കര ഭാഗ്യം ചെയ്ത ആളാണ്. അങ്ങനെയൊന്നുമില്ല. അവളെ കിട്ടാൻ നിങ്ങളും ഭയങ്കര ഭാഗ്യം ചെയ്ത ആളാണ്, അല്ലെ അവനെ കിട്ടാൻ നിങ്ങളും ഭയങ്കര ഭാഗ്യം ചെയ്ത ആളാണ്. നിങ്ങൾ രണ്ടുപേരും ഇതെല്ലാം സെയിം അല്ലേ. നിങ്ങളെ കിട്ടാൻ ഒരാൾ എന്തിന് ഭാഗ്യം ചെയ്യണം? അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും തുല്യമായി ഭാഗ്യം ചെയ്തതുകൊണ്ടാണ് പ്രകൃതി നിങ്ങളെ ചേർത്ത് വെച്ചേ. അപ്പൊ അതറിയാതെ പോലും പറയരുത്. ഹട്ടെ. മൂന്നാമത്തേത്, നീ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഉത്തരവ്. ആണെന്നേ, മനുഷ്യരൊക്കെ സെൻസിറ്റീവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി കുറച്ച് കൂടുതൽ, പിന്നെ നിങ്ങൾക്കൊരു ബാലൻസിങ് കാണുമായിരിക്കും. മറ്റേ ആൾക്ക് അതില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടുള്ളൂ. അത് ഭയങ്കര നോവും. സെൻസിറ്റീവ് ആയിക്കോട്ടെ, നല്ല മനുഷ്യരൊക്കെ സെൻസിറ്റീവാണ്. നിങ്ങളും ഈ പറഞ്ഞ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വരുന്നതിന് മുൻപ് നിങ്ങളും സെൻസിറ്റീവ് ആയിരുന്നു. നമ്മളൊക്കെ കുഞ്ഞുനാൾ മുതലേ സെൻസിറ്റീവായിട്ട് ജീവിച്ചു വളർന്നവരല്ലേ. അപ്പൊ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ട. ഇങ്ങനെ സെൻസിറ്റീവ് ആകാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കൂടുതലായിട്ട് നിങ്ങളെ ഈ എക്സ്പ്ലെയിൻ ആണ് നല്ലത്. എക്സ്പ്രഷൻസിന് പകരം എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുത്താൽ നിങ്ങളുടെ പാർട്ണർ പഠിച്ചോളും. വഴക്കുകളുടെ എണ്ണം കൂടുമ്പോൾ പറഞ്ഞുകൂടാത്ത, ഒരിക്കലും പറഞ്ഞുകൂടാത്ത, വായിൽ നിന്ന് എത്ര ദേഷ്യത്തിലും വീണുകൂടാത്ത ഒന്നാണ്, നീ എനിക്കൊരു ബാധ്യതയാണ് എന്ന് വീഴാറുണ്ട്. പലരുടെയും വായിന്ന് വീഴാറുണ്ട്. ആ വീണതൊക്കെയും അകലങ്ങളുടെ പടുകുഴികളായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ആരും ആർക്കും ഒരു ബാധ്യതയില്ല. നിങ്ങൾക്ക് അയാളൊരു ബാധ്യതയാണെങ്കിൽ അയാൾ നിങ്ങൾക്കൊരു ബാധ്യത. പിടിയോ, പരസ്പരം രണ്ടുപേരും ബാധ്യത. അതൊരു സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ബാധ്യത തന്നെയല്ലേ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ സ്പിറ്റപ്പ് ചെയ്ത് അങ്ങനെ സ്പിറ്റ് ചെയ്തുകൂടാ, നമ്മളങ്ങനെ പറഞ്ഞുകൂടാ. ഒരു പാർട്ണർ ഒരിക്കലും സഹിക്കാത്ത ഒന്നാണ് അഞ്ചാമത്തേത്. നിനക്ക് മറ്റേ അയാളെ പോയ അയാൾ ആ കമ്പാരിസൺ എന്ന് പറഞ്ഞാണല്ലോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ചില സമയങ്ങളിൽ സ്വാഭാവികമായി ഒരുമിച്ച് കുറേ നാൾ ജീവിക്കുമ്പോൾ വായന വീണു. അങ്ങനെ വീണിട്ടുള്ളതിനൊക്കെയും ക്ഷമ ചോദിക്കാനും കൂടിയുള്ളൊരു വീഡിയോ ആയിട്ട് മാറട്ടെ. ഞാനും എന്റെ ഭാഗത്ത് നിന്ന് വേദനിപ്പിച്ച് എന്റെ പ്രിയപ്പെട്ടവരോട് മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങൾക്കും അതിനാകട്ടെ. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഇഷ്ടമില്ല എന്നുള്ളതാണ്. കൊല്ലുന്നതിന് തുല്യമാണത്. നിങ്ങൾക്ക് ഒരു നാൾ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന, ഒട്ടേറെ കാലം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ഒരാളോട് എനിക്കിപ്പോ നിന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നിടത്തോളം ഭീകരമായ മറ്റെന്താണുള്ളത്. അഥവാ നിങ്ങൾക്ക് ആ പഴയ റാപ്പോ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട്, നീ നിന്നെ ഇഷ്ടമല്ല എന്നൊന്നും പറഞ്ഞ് നോവിക്കാൻ നിൽക്കാതെ ഹെൽത്തി ആയിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കും. എന്റെ സാഹചര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ്, നമ്മൾ രണ്ടാളും ഇപ്പൊ ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാൻ പോലെയുള്ള ആരോഗ്യകരമായ വാചകങ്ങളുടെ പോന്നേ. പരസ്പരം വേദനിപ്പിക്കാതിരിക്കാൻ, അല്ലെ. സന്തോഷം.